മാന്നാറിലെ കൊലപാതക കേസിൽ വൻ വഴിത്തിരിവ്. മൃതദേഹം മറവ് ചെയ്തെന്ന് കരുതുന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയ വസ്തുക്കളിൽ മൃതദേഹ ഭാഗമില്ല. സ്ഥിരീകരണം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ. മുഖ്യപ്രതി അനിൽകുമാർ ഇസ്രായേലിൽ. പരിശോധനാ ഫലം എതിരായതോടെ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുന്നതും പ്രതിസന്ധിയിൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ 100ഓളം പേരെ കൊന്നു കുഴിച്ചിട്ടെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം തുടങ്ങി. വെള്ളിയാഴ്ച മണ്ണുമാന്തി പരിശോധന നടത്താൻ പോലീസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം ക്രൂരബലാത്സംഗത്തിനും ഇരയായെന്ന് സൂചന. കേസെടുത്തത് കോടതി നിർദ്ദേശത്തെ തുടർന്ന്. ബേപ്പൂരിൽ ലോഡ്ജിലുണ്ടായ കൊലപാതകം അന്വേഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയ 2 പോലീസുകാർക്കെതിരെ നടപടി. ഗ്രേഡ് ASI ആനന്ദനും CPO ജിതിൻ ലാലിനും സസ്പെൻഷൻ. നടപടിയെടുത്തത് കൊലപാതക വിവരം അറിഞ്ഞിട്ടും സ്ഥലത്തെത്തിയില്ലെന്ന കണ്ടെത്തലിന്റെ വെളിച്ചത്തിൽ. റിപ്പോർട്ട് നൽകിയത് ടൗൺ ACPയും സ്പെഷ്യൽ ബ്രാഞ്ചും. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരത്തിൽ വലഞ്ഞ് ജനം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് മിനിമം 5 രൂപയാക്കണമെന്നും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റ് പുതുക്കണമെന്നും ഉടമകളുടെ ആവശ്യം. യാത്രാക്ലേശം കടുക്കാതിരിക്കാൻ കൂടുതൽ ബസ്സുകൾ സർവീസിനിറക്കി KSRTC. കൺസെഷൻ ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നത് വിദ്യാർത്ഥി സംഘടനകളുമായി ആലോചിച്ച ശേഷം മാത്രമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ബസ് ജീവനക്കാരുടെ പോലീസ് ക്ലിയറൻസ് ഒഴിവാക്കാൻ സാധിക്കില്ല എന്നും മന്ത്രി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VCമാരുടെ നിയമനം റദ്ദാക്കിയതിനെതിരായ അപ്പീലിൽ വിധി ഇന്ന്. ഹൈക്കോടതിയെ സമീപിച്ചത് ചാൻസലർ കൂടിയായ ഗവർണർ. ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, VP ബാലകൃഷ്ണൻ എന്നിവരുടെ ബെഞ്ച് 4:30 വിധി പറയും.